നാഥനേ വില നൽകിയ എൻ യജമാനനേ എന്നപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ ദാനിയേലെ പോൽ പ്രാർത്ഥിച്ചില്ല ഞാൻ ദാവീദിനെ പോൽ സ്നേഹിച്ചില്ല ഞാൻ ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ ഹാനോക്കിനെ പോൽ കൂടെ നടന്നില്ല ഞാൻ എന്നേശുവേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നപ്പനേ നിൻ പൊന്നു പാദത്തിൽ ഞാൻ എന്താകുന്നുവോ അതായി തന്നെ ഞാൻ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ എന്നെ മുറ്റും മുറ്റും നൽകുന്നേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് ശീമോൻ യേശുക്രിസ്തുവിനോട് അപേക്ഷിച്ചു. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? വലിയ മീൻപിടുത്തം കിട്ടി, സമൃദ്ധി ലഭിച്ചു. ക്രിസ്തു പടകിൽ വന്നതുകൊണ്ടാണ് ലഭിച്ചത്. മ്ലാനത മാറി, ദുഃഖം മാറി. ആ ക്രിസ്തു പോകണമേ എന്ന് പറഞ്ഞത് എന്താണ്? ഈ ക്രിസ്തു വന്നതുകൊണ്ടല്ലേ ഈ അനുഗ്രഹം കിട്ടിയത്. ഇത്രയും വലിയ പെരിയ അനുഗ്രഹങ്ങൾ ലഭിച്ചത് ക്രിസ്തു വന്നതുകൊണ്ടല്ലേ. പിന്നെ എന്താണ് നാഥ നീ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞത്? എന്താണ് കാര്യം? ഈ സംഭ്രമത്തിൻ്റെ കാര്യം എന്താണ്? ഈ പരിഭ്രാന്തിക്ക് എന്താണ് കാരണം? പ്രിയപ്പെട്ടവരെ, കാരണമുണ്ട്. ഈ ദൈവം എൻ്റെ പടകിൽ പോയി കയറിയവൻ നിസ്സാരനല്ല. ഈ ഗലീല കടൽപ്പുറത്തു കൂടി നടക്കുന്ന ഈ യേശു സാധാരണക്കാരനല്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പടകിലേക്ക് വന്ന് കയറിയവൻ അവൻ സാധാരണ ഒരു മനുഷ്യനല്ല. അവൻ പടകിലേക്ക് വന്ന് കയറിയതുകൊണ്ട് അത്ഭുതകരമായ അനുഭവം ലഭിച്ചിരിക്കുന്നു. ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ഇവൻ സാക്ഷാൽ ദൈവമാണ്. നിത്യനായ ദൈവം പരിശുദ്ധനാണ്. ശിമോൻ അറിയാം ദൈവം ആരാണ്. ഞാൻ പാപിയാണ്, ഞാൻ നിസ്സാരനാണ്. എന്നാൽ ഈ ദൈവം ആരാണ്? പരിശുദ്ധിയുടെ തേജസ്സിൽ വിളങ്ങുന്നവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, തീക്കടുത്ത് മാലാഖമാർ വിറയലോടെ ആരാധിക്കുന്നവൻ, 6 ചിറകുള്ള സ്രോപേന്മാർ 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് കാൽ മൂടി, 2 ചിറകുകൊണ്ട് പറന്നു നിന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന്
നിരന്തരം ആഘോഷത്തോടെ പാടി കീർത്തനം ചെയ്ത് വണങ്ങി വാഴ്ത്തുന്നവൻ ഈ ദൈവം ആരാണ്? ശീമോൻ അറിയാം, ആ സാക്ഷാൽ നിത്യനായ ദൈവം, അഖിലാണ്ടത്തിൻ്റെ ഉടയവനും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമായ നിത്യനായ ദൈവം, അവനാണ് എൻ്റെ അരികത്ത് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിൽപ്പാൻ എനിക്ക് യോഗ്യതയില്ല, ഇവൻ്റെ അരികത്ത് നിൽപ്പാൻ എനിക്ക് അർഹതയില്ല. കർത്താവേ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, എനിക്കറിയാം അവിടുന്ന് പരിശുദ്ധനാണ്. യഹൂദ റബ്ബിമാർ ഇവനെ എതിർക്കുന്നുണ്ട്, മതപുരോഹിതന്മാർ ഇവനെ തടയുന്നുണ്ട്, യെരൂശലേം ദേവാലയത്തിലെ മഹാപുരോഹിതന്മാർ ഇവനെ കൊല്ലുവാൻ നോക്കുന്നുണ്ട്, പരീശ പ്രമാണികൾ ഇവനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്, സദൂക്യർ ഇവനെ എങ്ങനെ ഒടുക്കേണ്ടു എന്ന് പര്യാലോചന കഴിക്കുന്നുണ്ട്. എന്നാലോ ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ വന്ന് കയറിയാൽ സമൃദ്ധിയാണ്, ഇവൻ അടുത്താൽ സമൃദ്ധിയാണ്, ഇവൻ തൊട്ടാൽ സമൃദ്ധിയാണ്, ഇവൻ അടുത്ത് വന്നാൽ സമൃദ്ധിയാണ്. ഇവൻ സാധാരണക്കാരനല്ല. യേശുവേ, ഞാനോ പാപികളിൽ പ്രധാനിയാണ്, ഞാൻ പാപിയാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നിൽപ്പാൻ എനിക്കെന്ത് യോഗ്യത? ശീമോന് പാപബോധമുണ്ടായി. ദൈവ സാന്നിധ്യം ലഭിക്കുമ്പോൾ പാപബോധമുണ്ടാകും. ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം ലഭിക്കുമ്പോൾ ഹൃദയം തകരും. ദൈവത്തിന് സ്തോത്രം. ശീമോൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ. ദൈവത്തിന് സ്തോത്രം. വിട്ടുപോകാൻ പറയുന്നത് യേശു പോകണമെന്നല്ല, തന്നെത്താൻ എളിമയോടെ സമർപ്പിക്കുകയാണ്. ഉടയവനെ, നിൻ്റെ തിരുസന്നിധിയിൽ നിൽപ്പാൻ എനിക്ക് അർഹതയില്ല. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, നിങ്ങൾ ഈ യേശുവിനെ ഒന്ന് അടുത്തറിഞ്ഞാൽ നിങ്ങൾക്ക് പാപബോധമുണ്ടാകും. ഈ യേശുവിൻ്റെ വചനം നിങ്ങൾ കേട്ടാൽ നിങ്ങളുടെ ഉള്ളിൽ തകരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്തിനെന്നറിയാതെ നിങ്ങളെ എങ്ങടിച്ച് കരയാൻ തുടങ്ങും. നിങ്ങളുടെ ഉള്ളം തകർന്ന് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് എൻ്റെ നാഥ, ഞാൻ പാപി, ഞാൻ പാപി എന്ന് തന്നെത്താൻ കണ്ടെത്തും. അത് നിരാശയുടെ ചിന്തയല്ല, അത് അയ്യോ ഞാൻ പാപി എന്ന് പറയുന്നത് നെഗറ്റിവിറ്റി അല്ല, അതൊരു നിഷേധാത്മക സമീപനമല്ല. എന്നാൽ നേരെ മറിച്ച് പാപബോധം ഉണ്ടാവുകയാണ്. പാപബോധം ഉണ്ടാകുന്നവനെയാണ് ക്രിസ്തു ഉപയോഗിക്കുന്നത്. പാപബോധമുണ്ടായി തന്നോട് ചേർന്ന് നടക്കുന്നവനെയാണ് ക്രിസ്തു തൻ്റെ കരങ്ങളിൽ എടുക്കുന്നത്. പാപബോധമുണ്ടായി തകർന്ന് കരഞ്ഞ് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവനെയാണ് ക്രിസ്തു കാലാകാലങ്ങളിൽ തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, നിങ്ങൾക്കാർക്കെല്ലാം പാപബോധമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ലഭിക്കുമ്പോൾ എൻ്റെ അശുദ്ധിയെക്കുറിച്ചുള്ള ബോധം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധിയും എൻ്റെ അശുദ്ധിയും, ദൈവത്തിൻ്റെ നിത്യവാത്സല്യത്തിൽ എൻ്റെ ദൈവമേ, എനിക്ക് നീ കണ്ണു തുറന്ന് തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഒരു അശുദ്ധനാണ് എന്ന്, ഞാൻ ഏതും പോരാത്തവനാണ് എന്ന്. തിരുവചനം വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, ലൂക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, ഒരു ശതാധിപൻ, അവന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു. 7-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കാണാം, അവൻ യേശുവിൻ്റെ അരിയിലേക്ക് യഹൂദന്മാരുടെ കശീശന്മാരെ അയച്ചു, യഹൂദന്മാരുടെ മൂപ്പന്മാരെ അടുക്കൽ അയച്ചു. ഇവൻ ശതാധിപനാണ്, ഒരു പടയാളി തലവനാണ്, പടത്തലവനാണ്, ശതാധിപനാണ്, ഒരു കമാൻഡറാണ്, മിലിറ്ററി കമാൻഡർ. അവൻ യഹൂദ മതത്തിലെ ശ്രേഷ്ഠന്മാരായ ചിലരെ അവൻ്റെ അടുക്കൽ, യേശുവിൻ്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നൊരു കാര്യം അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവർ വന്ന് ചോദിച്ചു. എന്താണ് പറഞ്ഞത് യേശു വന്ന് തൻ്റെ ദാസനെ രക്ഷിക്കണമെന്ന് അപേക്ഷിപ്പാനാണ് യഹൂദന്മാരെ അയച്ചത്. യേശു വന്ന് എൻ്റെ ദാസനെ രക്ഷിക്കണം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ഇങ്ങനെ വായിക്കുന്നു, അതാ യേശു അവരോടുകൂടെ പോയി വീടിനോടടുപ്പാറായപ്പോൾ, 7-ാം അധ്യായം 6-ാം വാക്യം, യേശു അവരോടുകൂടെ പോയി വീടിനോടടുപ്പാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ അവൻ്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. യേശു വരുന്നത് അനുഗ്രഹമാണെന്ന് ശതാധിപൻ അറിയാം. യേശു എൻ്റെ പുരയ്ക്കകത്തുനിന്ന് കാലുകുത്തുന്നത് മഹാവലിയ ഭാഗ്യമാണെന്നറിയാം. ആരാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്നത്? എൻ്റെ വീട്ടിലൊന്ന് കാലുകുത്തുന്നത് ആരാണ്? ആ പരിശുദ്ധ പാദം എൻ്റെ വീട്ടിലൊന്ന് കാലുകുത്തിയാൽ എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബം അനുഗ്രഹമാണ്. അറിയാം, ശതാധിപനറിയാം. അവൻ പുറജാതിക്കാരനാണെങ്കിലും അവനറിയാം ഈ യേശു വന്ന് ഒന്ന് പുരയ്ക്കകത്ത് കാലുകുത്തിയാൽ അനുഗ്രഹമാണ് എന്ന്. എന്നാൽ അവൻ പറയുകയാണ്, എൻ്റെ യേശുവേ, നിന്നോട് ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ. അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എനിക്കങ്ങോട്ട് വരുവാനും യോഗ്യതയില്ല.
എനിക്ക് വരാൻ മനസ്സില്ലാത്തതുകൊണ്ടോ അധികാരം കൊണ്ടോ അല്ല ഞാൻ കാണിച്ചത്, അധികാര ഗർവ് കൊണ്ടോ മതഗർവ് കൊണ്ടോ അല്ല ഞാനത് കാണിച്ചത്. ഞാൻ യഹൂദന്മാരെ പറഞ്ഞയച്ചത് നിൻ്റെ അടുക്കൽ വരാൻ എനിക്ക് യോഗ്യതയില്ലെന്നുള്ളത് കൊണ്ടാണ്. നീ യഹൂദ മതത്തിലെ ഒരു റബ്ബിയാണ്, ഞാനും ഒരു പുറജാതിക്കാരനാണ്, എനിക്ക് അവിടെ വന്ന് നിൽപ്പാൻ യോഗ്യതയില്ല. നിൻ്റെ അരികത്ത് 5 അയൽവക്കത്ത് വരാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ഞാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ നിൻ്റെ അടുക്കൽ അയച്ചു. നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. തന്നെയല്ല, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാനും ഞാൻ പോരാത്തവനാണ്. ദൈവത്തിന് സ്തോത്രം. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിൻ്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. കർത്താവേ, നീ അവിടെ നിന്നുകൊണ്ടൊരു വാക്കും പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരൻ സൗഖ്യം പ്രാപിച്ചുകൊള്ളും. എൻ്റെ പുരയ്ക്കകത്തേക്ക് വരണ്ടെന്നല്ല, എനിക്ക് യോഗ്യതയില്ലാത്തതുകൊണ്ടാണ്. നീ വരുന്നത് അനുഗ്രഹമാണെന്ന് എനിക്കറിയാം. നീ വന്നൊന്ന് തൊട്ടാൽ അവിടെ പൊന്നാണെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് യോഗ്യതയില്ല കർത്താവേ. ഞാൻ എൻ്റെ പുറജാതിക്കാരനല്ലേ, സത്യദൈവ വിശ്വാസമൊന്നും ഇല്ലാത്തവനല്ലേ. ഞാൻ ഇതുവരെയുള്ള എൻ്റെ പാരമ്പര്യം മോശമല്ലേ, എൻ്റെ പൂർവിക പാരമ്പര്യം വളരെ വളരെ ഹീനമല്ലേ, പിതാക്കന്മാരുടെ പാരമ്പര്യമൊന്നും അഭിമാനം പറയാൻ വകയില്ലാത്തതല്ലേ. നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, നിൻ്റെ അടുക്കൽ വരുവാനും ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, ഒരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. നാഥാ, നീ ഉടയവനാണ്, നീ യജമാനാണ്. നീ ഒന്ന് കൽപ്പിച്ചാൽ അസുഖം മാറും, എൻ്റെ ദാസന് സൗഖ്യം വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒരു വാക്ക് നീ ഒന്ന് കൽപ്പിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ട് തിരിഞ്ഞു നോക്കി. തൻ്റെ പിന്നാലെ വരുന്നവരോട്, അനുഗമിക്കുന്ന കൂട്ടത്തോട് പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സ്തോത്രം. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ വണങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞേ ഉള്ളൂ, യേശു ഒന്നും സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞില്ല. ഇതവനിപ്പോൾ സൗഖ്യമായിരിക്കും എന്ന് പറഞ്ഞില്ല. ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എൻ്റെ മാന്യ സഹോദരങ്ങളെ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? നിങ്ങൾ ആരുടെ അടുക്കലാണ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ അരികത്ത് കടന്നു വരുന്നത് ആരാണ്? നിങ്ങൾ മുട്ടുമടക്കുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളോട് ചേർന്നിരിക്കുന്നത് ആരാണ്? എൻ്റെ കർത്താവെ നിങ്ങൾ വിളിക്കുമ്പോൾ വിളി കേട്ടുകൊണ്ട് നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത് ആരാണ്? അപ്പ എന്ന് വിളിക്കുമ്പോൾ വിളി കേൾക്കുന്ന സ്വർഗത്തിലെ അപ്പൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ അപ്പ എന്ന് പറഞ്ഞ് കരയുമ്പോൾ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്ന സ്വർഗത്തിലെ അപ്പൻ. ദൈവത്തിന് സ്തോത്രം. മോളെ, നീ അനാഥയല്ല. ഈ ഭൂമിയിൽ നിൻ്റെ ഭർത്താവ് മരിച്ചുപോയി, പക്ഷേ കുഞ്ഞെ നീ അനാഥയല്ല. മോനെ, നീ അനാഥനല്ല. നിൻ്റെ അമ്മ മരിച്ചു, നിൻ്റെ അപ്പൻ മരിച്ചു, നിനക്ക് സ്വന്തം സഹോദരങ്ങളില്ല, പക്ഷേ സ്വർഗത്തിലെ യേശു നിൻ്റെ അരികത്തേക്ക് വരികയാണ്. യൗവനക്കാര, നിന്നെ സ്നേഹിപ്പാൻ ആരുമില്ലെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ ആരോരുമില്ലാത്തവനെന്നല്ലേ നീ പറഞ്ഞത്? ഞാൻ അനാഥനെന്നല്ലേ നീ പറഞ്ഞത്? എനിക്ക് ആരുണ്ട് തുണയെന്നല്ലേ നീ പറഞ്ഞത്? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, ആരോരുമില്ലാത്തവർക്ക് തുണയായി എൻ്റെ രക്ഷകനുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരുമില്ലെന്ന് പറഞ്ഞ് ദുഃഖാക്രാന്തരായിരിക്കുന്നവർക്ക് തണലായി തുണയായി യേശു ഉണ്ട്. നിങ്ങൾ യേശുവിനെ ഒന്ന് കാണൂ, നിങ്ങൾ യേശുവിനെ ഒന്ന് വിളിക്കൂ. നിങ്ങൾ പാവബോധത്തോടെ പറയൂ, നാഥാ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, നിൻ്റെ അടുക്ക് വരുവാൻ ഞാൻ യോഗ്യനെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ പൂർവിക പശ്ചാത്തലം മോശം, എൻ്റെ ജീവിതം മോശം, എൻ്റെ ഹൃദയം തിന്മ, എൻ്റെ ജീവിതം അഴുക്ക്. എൻ്റെ ദൈവമേ, എൻ്റെ സംസാരം തിന്മ, എൻ്റെ പെരുമാറ്റം തിന്മ, എൻ്റെ ചിന്താഗതികൾ തിന്മ. ദൈവമേ, എൻ്റെ പൈസയിൽ തിന്മ, എൻ്റെ കണക്കിൽ തിന്മ. എൻ്റെ കർത്താവേ, കണക്കിടപാടുകളിൽ തിന്മ, എൻ്റെ ആത്മീയത്തിൽ പോലും തിന്മ. കർത്താവേ, പലതിലും എൻ്റെ സ്വയം മുഴച്ചു നിൽക്കുന്നു, എൻ്റെ അഹന്ത മുഴച്ചു നിൽക്കുന്നു, സ്വയം മഹത്വവും സ്വയം പ്രശംസയും മുഴച്ചു നിൽക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ നോട്ടത്തിൽ തിന്മ, എൻ്റെ നോട്ടത്തിൽ അശുദ്ധി, എൻ്റെ ആഗ്രഹത്തിൽ തിന്മ, ആഗ്രഹത്തിൽ ദുർമോഹങ്ങൾ. കർത്താവെ, പുറത്തു പറയാൻ അറയ്ക്കുന്നതായ ദുഷിച്ച വിചാരങ്ങൾ, ദുഷിച്ച വികാരങ്ങൾ, കോപാക്രാന്തമായ സ്വഭാവം, കോപിച്ച് ഗർജിക്കുന്ന സ്വഭാവം, അഥവാ കോപിച്ച് മിണ്ടാത്തപ്പോഴും ഉള്ളിൽ കോപം പുകയുന്ന സ്വഭാവം, ഉള്ള് കോപിച്ച് ജ്വലിക്കുന്ന സ്വഭാവം. എൻ്റെ നാഥ, ഞാനിതാ പാവിയായ ഒരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. സഹോദരീ സഹോദരന്മാരെ, നിങ്ങളോട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം.
പാപബോധം ഒരു അനുഗ്രഹമാണ്. പാപബോധം കിട്ടുക, പാപബോധം ലഭിക്കുക. നിങ്ങൾക്ക് പാപബോധം കിട്ടുന്നുണ്ടോ? ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പാപബോധം കിട്ടുന്നുണ്ടോ? തിരുവചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക്, ഞാൻ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ എൻ്റെ കർത്താവേ എനിക്ക് ലജ്ജിപ്പാൻ പല വകയും ഉണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പിറകിലേക്ക് നോക്കി ലജ്ജിപ്പാൻ പലതും ഉണ്ടെന്ന്. കർത്താവെ, പിറകിലേക്ക് നോക്കി അറപ്പോടെ ചിന്തിക്കാൻ പലതും ഇന്നുണ്ടെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ 6-ാം അധ്യായത്തിൽ പറയും, ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ എന്ന്. ലജ്ജ തോന്നുന്നത്, ഇപ്പോൾ ലജ്ജ തോന്നുന്നത് ജീവിതത്തിൽ ഉണ്ടായിരുന്നുവെന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ. ദൈവത്തിന് സ്തോത്രം. 6-ാം അധ്യായം 20-ാം വാക്യം, പാപത്തിൻ്റെ ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾക്കന്ന് എന്തൊരു ഫലമുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിൻ്റെ അവസാനം മരണമല്ലോ. പാപത്തിന് ദാസന്മാരായിരുന്ന കാലം തിരിഞ്ഞു നോക്കിയാൽ ഇപ്പോൾ ലജ്ജ തോന്നും. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ അറപ്പ് തോന്നും. അയ്യോ വേണ്ടായിരുന്നല്ലോ, അയ്യോ അരുതായിരുന്നല്ലോ, എനിക്ക് എന്താണ് പറ്റിപ്പോയത്, അയ്യോ എൻ്റെ സുബോധം പോയിരുന്നല്ലോ, എൻ്റെ വെളിവ് കെട്ടുപോയല്ലോ, ഓ വേണ്ടായിരുന്നു, ഞാൻ എന്തിനാണ് അങ്ങനെ മിണ്ടിപ്പോയത്, ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞു പോയത്, ഞാൻ എന്തിനാണ് അങ്ങനെ പ്രവർത്തിച്ചു പോയത്, അയ്യോ ഞാൻ എന്താണ് അങ്ങനെ നിരൂപിച്ചു പോയത്, എനിക്ക് സുബോധം പോയിരുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ലജ്ജ തോന്നുന്നത് തന്നെ. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കുവീൻ. ലജ്ജിപ്പാൻ വല്ലതും വകയുണ്ടോ? എങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ലജ്ജിപ്പീൻ. ഒറ്റയ്ക്കിരുന്ന് കരയുവീൻ. നിങ്ങൾ ഏകാഗികളായിരുന്ന് ഏകാന്തത്തിലിരുന്ന് ഭാര്യയോട് പറയേണ്ട, ഭർത്താവിനോട് പറയേണ്ട, മക്കളോട് പറയേണ്ട, മാതാപിതാക്കളോട് പറയേണ്ട, ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ തിരുവൻപാകെ ഇരുന്ന് ലജ്ജിപ്പീൻ. ലജ്ജയോടെ പാപങ്ങൾ ഏറ്റുപറയുവീൻ. അനുതാപത്തോടെ പാപങ്ങൾ ഏറ്റുപറയുവീൻ. ലജ്ജ കൂടാതെ പാപങ്ങൾ ജീവനുള്ള ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട്, ഉടയവനേ, എൻ്റെ പാപങ്ങൾ, എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, നാഥാ അത് ക്ഷമിക്കുവാൻ നീ എനിക്ക് വേണ്ടി ശിക്ഷയേറ്റല്ലോ. എൻ്റെ പാപത്തിന് ശിക്ഷ നീ കുരിശിൽ വഹിച്ചല്ലോ. എൻ്റെ പാപത്തിന് ശിക്ഷ മുഴുവനും ക്രൂസിൽ വഹിച്ച് നീ വേദനയിൽ പിടഞ്ഞല്ലോ. നിന്റെ തിരുരക്തം ചിന്തിയല്ലോ. കുറ്റമില്ലാത്ത രക്തം എനിക്ക് വേണ്ടി നീ ചിന്തിയല്ലോ. നാഥാ, ഞാനിതാ എന്നെ നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ ആയുസ് നിനക്ക് തരികയാണ്. എൻ്റെ ശേഷിച്ച ആയുഷ്കാലം നിന്റെ കരങ്ങളിലേക്ക് തരികയാണ്. എൻ്റെ ആരോഗ്യം നിനക്ക് തരികയാണ്. എൻ്റെ വിദ്യാഭ്യാസം നിനക്ക് തരികയാണ്. എൻ്റെ കുടുംബം നിനക്ക് തരികയാണ്. എൻ്റെ വരുമാനം നിനക്ക് തരികയാണ്. ഉടയവനെ, എൻ്റെ സ്വാധീനങ്ങൾ നിനക്ക് തരികയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, നിങ്ങൾക്ക് ചില സ്വാധീനങ്ങളുണ്ട്. നിങ്ങൾ ഒരാൾ പറഞ്ഞാൽ അത് കേൾക്കുന്ന ചിലരുണ്ട്. വേറെ ആരും പറഞ്ഞാൽ കേൾക്കില്ല. നിങ്ങൾ ഒരാൾ ചെന്ന് പറഞ്ഞാൽ ചിലർ കേൾക്കും. അവരോട് പറയണം, അയ്യോ ഇങ്ങനെ നശിക്കല്ലേ, ഇങ്ങനെ പോവല്ലേ, സ്നേഹമുള്ളത് കൊണ്ടാണേ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കണേ. നിങ്ങൾ ഒരു മതത്തിലേക്ക് ആരെയും വിളിക്കേണ്ട, നിങ്ങൾ ഒരു കൂട്ടായ്മയിലേക്ക് ആരെയും വിളിക്കേണ്ട. പ്രിയപ്പെട്ടവരെ, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലേക്ക് നിങ്ങൾ ആരെയും ക്ഷണിക്കേണ്ട. നിങ്ങൾ ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ ജനത്തെ ക്ഷണിപ്പീൻ. ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിലെ കുരിശിൻ ചുവട്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കാൽവറി ക്രൂസിൻ്റെ ആ പൊന്നു പാദപീഠം, ആ ജയമുള്ള സ്ലീവായുടെ ആ പൊന്നു ചുവട്, ദൈവത്തിന് സ്തോത്രം. എൻ്റെ കരുണയുള്ള കർത്താവ് നിങ്ങൾക്കതിനുള്ള കൃപ തരട്ടെ. പ്രിയപ്പെട്ടവരെ, കുരിശിൻ ചുവട്ടിലേക്ക് അനേകരെ നിങ്ങൾ വിളിക്കുമോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അവിടെ നിങ്ങളുടെ ലജ്ജ മാറും, നിങ്ങളുടെ നിന്ദ മാറും, നിങ്ങളുടെ ആക്ഷേപം മാറും, നിങ്ങളുടെ ജീവിതത്തിലെ അപമാനം മാറും, നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കെടുതികൾ മാറും. അനേകം പാവങ്ങൾ നിങ്ങൾക്ക് വന്നുപോയി. എല്ലാ മാലിന്യങ്ങളും തുടച്ചു നീക്കും. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് സഖരിയ പ്രവാചകൻ പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എല്ലാ മാലിന്യങ്ങളും തുടച്ചു നീക്കുന്നതായ ഉറവ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഖരിയ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 1-ാം വാക്യം, അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്നിരിക്കും. ഗോകുൽത്തായിലേക്ക് നിങ്ങൾ നോക്കുമോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ അതിനു വേണ്ടി ഗോകുൽത്താ വരെ പോകണ്ട, ഇസ്രായേൽ രാഷ്ട്രം വരെ പോകണ്ട, യെരൂശലേം നഗരം വരെ പോകണ്ട. ദൈവത്തിന് സ്തോത്രം. ബേത്ലഹേം പുൽക്കൂട് വരെ പോകണ്ട. സഹോദരങ്ങളെ, യോർദാനാറ്റിൻ വക്കത്തേക്ക് നീങ്ങണ്ട. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ലാസറിൻ്റെ കല്ലറ കാണാൻ പോകണമെന്നില്ല. പോകാൻ നിങ്ങൾക്കതിന് സാഹചര്യം ഉണ്ടെങ്കിൽ പൊയ്ക്കോളൂ, കുഴപ്പമില്ല. പക്ഷേ അതൊന്നും വേണ്ട. ഈ സ്വർഗീയ യെരൂശലേം പുരി നിങ്ങളുടെ അരികത്തേക്ക് ഇതാ ഇറങ്ങി വരികയാണ്.
ഗോകുൽത്തായിലെ കുരിശ് നിങ്ങളുടെ അരികത്ത് കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. നീ ദൂരെയെങ്ങും പോകണ്ട, നിൻ്റെ ശരീരം ചലിക്കണ്ട. ദൈവത്തിന് സ്തോത്രം. ഉള്ളം കൊണ്ട് കുരിശിൻ ചുവട്ടിലേക്ക് നിന്നെ തന്നെ നീ അർപ്പിക്കൂ. സ്തോത്രം. അവിടെ നീ നിന്നെ തന്നെ അർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോഴിതാ അകൃത്യത്തിൻ്റെയും പാപത്തിൻ്റെയും മാലിന്യത്തിൻ്റെയും പരിഹാരത്തിനായി ഒരു ഉറവ തുറന്ന് തിരുരക്തം വാർന്നൊഴുകി നിൻ്റെ തലമേൽ വീണുകൊണ്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ തലമേൽ ഈ ഉറവ ഇന്ന് ഒഴുകി വീഴുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ജീവൻ്റെ ഉറവ, സമൃദ്ധിയുടെ ഉറവ, പാപമാലിന്യം ക്ഷമിക്കുന്ന ഉറവ, പാപക്കറകൾ കഴുകുന്ന ഉറവ, ദൈവത്തിന് സ്തോത്രം, അകൃത്യഭാരം മാറ്റുന്ന ഉറവ. ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ നാളെ വരെ പോയ സകല നിഷ്ഠൂര പാപങ്ങളും മ്ലേച്ഛമായ ജീവിതങ്ങളും സകലവും കഴുകിത്തരുന്ന ഉറവ അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ നേരെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മക്കളെ. നിങ്ങളെ തഴുകുകയാണ് പ്രിയരെ, നിങ്ങളെ തലോടുകയാണ്. ആ ഉറവ നിങ്ങളെ സമീപിക്കുകയാണ്. ആ തിരുരക്തം നിങ്ങളെ സമീപിക്കുകയാണ്. ആ തിരുരക്തം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം നിങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊരു വാക്ക് പറയുവീൻ, നാഥ, എൻ്റെ ജീവിതം തകർന്നതാണ്, എൻ്റെ ജീവിതം ലജ്ജാകരമാണ്, എൻ്റെ ജീവിതം ആക്ഷേപാർഹമാണ്, എൻ്റെ ജീവിതം അപലപനീയമാണ്, എൻ്റെ ജീവിതം കറവണഞ്ഞതാണ്, എൻ്റെ ജീവിതം ചെളി പുരണ്ടതാണ്, പുറത്ത് പറയാൻ അറയ്ക്കുന്ന ചിന്തകളും പ്രവൃത്തികളും വാക്കുകളും വന്നു പോയതാണ്. നാഥാ, നിൻ്റെ കരമൊന്ന് നീട്ടാമോ? ഇപ്പോൾ അത്രക്കരം എൻ്റെ നേരെ നീട്ടാമോ? എന്നെ ഒന്ന് തൊടാമോ? എന്നെ ഒന്ന് തലോടാമോ? നാഥാ, ഞാൻ പാപിയായ ഒരു മനുഷ്യൻ, നിൻ്റെ അടുക്കൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. പാപബോധം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമ്പോൾ കാണാം, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവൻ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പാപബോധം തരും, അത് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ഒരു കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പാപത്തെ ഓർത്ത് അലറിക്കരയാൻ തോന്നുന്നുണ്ടോ? ആ കൂട്ടായ്മയിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവുണ്ട്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ പാപത്തെ ഓർത്ത് കരയാൻ തോന്നുന്നുണ്ടോ? പാപങ്ങൾ ഓർമ്മ കിട്ടുന്നുണ്ടോ? ഇതുവരെ മറഞ്ഞു കിടന്ന പാപങ്ങൾ ഇപ്പോൾ ഓർമ്മയിൽ പൊന്തി വരുന്നുണ്ടോ? മറഞ്ഞു കിടന്ന പാപങ്ങൾ. ദൈവത്തിന് സ്തോത്രം. വർഷങ്ങൾക്ക് മുൻപ് ഏതോ നിങ്ങൾ അത്ര ഗവനിക്കാതിരുന്നതായ ചില പാപങ്ങൾ ഇന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് പൊന്തി വരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പാപബോധം കിട്ടിയ ദാവീദ് ഒരിക്കൽ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, യഹോവേ, നീ എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തെ ഒന്ന് അറിയണമേ. യഹോവേ, നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ നല്ലപോലെ ഒന്ന് ശോധന ചെയ്യണം കർത്താവേ. നീ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എൻ്റെ നനവുകളെ അറിയണമേ. വ്യസനത്തിനുള്ള മാർഗ്ഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ദോഷവഴികളുണ്ടോ എന്ന് നോക്കണമേ. 139-ാം സങ്കീർത്തന അവസാനത്തെ വാക്യങ്ങൾ. 139-ാം സങ്കീർത്തന അവസാന വാക്യം, വ്യസനത്തിനുള്ള മാർഗം. ഈസ് ദർ എനി വിക്കറ്റ് വേ ഇൻ മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും വിക്കറ്റ് വേസ് ഉണ്ടോ? അരുതാത്ത വഴികളുണ്ടോ? വ്യസനത്തിനുള്ള മാർഗങ്ങളിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ നടത്തണമേ. സങ്കീർത്തനക്കാരൻ വേറൊരു അവസരത്തിൽ പറഞ്ഞു, 19-ാം സങ്കീർത്തനത്തിൽ, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാര്? മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. സ്വമേധാപാപങ്ങളെ അകറ്റിയടി എന്നെ കാക്കണമേ. അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. സ്തോത്രം. വായിലെ വാക്കുകൾ, ഹൃദയത്തിലെ ധ്യാനം. സ്നേഹിതരെ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്ക് പാവബോധം കിട്ടുന്നുണ്ടോ? കഴിഞ്ഞകാല ജീവിതം ഏടുകൾ ഓരോന്നോരോന്ന് മറിച്ച് നോക്കാൻ തോന്നുന്നുണ്ടോ? ഓരോ ഏടിലുമുള്ള കറുത്ത പാടുകൾ കാണുന്നുണ്ടോ? കരി നിഴലുകൾ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടോ? നൊമ്പരപ്പെടുത്തുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ലജ്ജിപ്പിക്കുന്ന ഏടുകൾ നിങ്ങൾ കാണുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പരിഹാരത്തിനായി, മാലിന്യത്തിൻ്റെയും പാപത്തിൻ്റെയും പരിഹാരത്തിനായി ആ ഉറവ ഒഴുകുന്നുണ്ട്. ആ ഉറവയുടെ ചുവട്ടിലേക്ക് വരൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിങ്ങളുടെ മുട്ടിന്മേലൊന്നിരിക്കൂ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. മുട്ടിന്മേലിരുന്നു കൊണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഉറവയുടെ ചുവട്ടിലാണ് ഇരിക്കുന്നതെന്ന് ഒന്ന് ധ്യാനിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ ജീവ ഉറവയുടെ ചുവട്ടിലേക്ക് വന്നിരിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവ് ആ ജീവൻ്റെ ഉറവയുടെ ചുവട്ടിലേക്ക് എന്നെ ആനയിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാനിതാ നിൻ്റെ തിരുമുൻപാകെ മുട്ടുമടക്കുന്നു. എൻ്റെ ദൈവമേ, എണ്ണിയാൽ തീരാത്ത പാപങ്ങളുണ്ട്.
എനിക്ക് ഓർക്കാനും ഇതുവരെയും കഴിയാത്ത പാപങ്ങൾ ചിലതുണ്ട്. ഞാൻ ഏറ്റുപറയാത്ത പാപങ്ങളുണ്ട്, ഞാൻ തുറന്നു പറയാത്ത പാപങ്ങളുണ്ട്, ഞാൻ കണ്ടുപിടിക്കാത്ത പാപങ്ങളുണ്ട്, പരസ്യ പാപങ്ങളുണ്ട്, രഹസ്യ പാപങ്ങളുണ്ട്, ആരും അറിയാത്ത പാപങ്ങളുണ്ട്. നാഥാ, എൻ്റെ ജീവിതത്തെ ഇപ്പോൾ ഒന്ന് കഴുകണമേ, എന്നെ നീ ഒന്ന് വെടിപ്പാക്കണമേ. ഇപ്പോൾ തന്നെ ആ ജീവന്റെ ഉറവ എൻ്റെ മേലൊന്ന് ഒഴുകി വീഴണമേ. തിരുരക്തം വാർന്നൊഴുകി വീഴണമേ. തിരുവിലാവിൽ നിന്നൊഴുകിയ ആ തിരുരക്തത്തിൻ്റെ ഓരോ തുള്ളിയും എൻ്റെ ശിരസിൽ വന്ന് വധിക്കണമേ. ഞാനിത് കുരിശിൻ ചുവട്ടിൽ മുട്ടുമടക്കിയിരിക്കുന്നു. എൻ്റെ തലമേൽ ക്രൂസിൽ നിന്ന് തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം കർത്താവേ എൻ്റെ തലമേൽ പതിക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ. നിങ്ങളുടെ മേൽ തിരുരക്തം വന്ന് വാർന്നൊഴുകി വീഴട്ടെ. തിരുരക്തം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. യേശുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ സകല പാപവും പോക്കി നിങ്ങളെ കഴുകി വെടിപ്പാക്കട്ടെ. പുതിയ സമാധാനം നിങ്ങൾക്ക് തരട്ടെ, പുതിയ ശാന്തി നിങ്ങൾക്ക് തരട്ടെ, പുതിയ സന്തോഷം നിങ്ങൾക്ക് തരട്ടെ. ആത്മാവിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ആത്മാവിൻ്റെ കൃപകൾ നിങ്ങളുടെ മേൽ പകരട്ടെ. പൈശാചിക സൈന്യങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ അടയാളത്തിൽ പൈശാചിക സേനകൾ വിട്ടുപോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ ദുരാത്മ ഭീതികൾ അകന്നു പോകട്ടെ. സകല പാപക്കറകളും മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. ജീവന്റെ അരുളപ്പാടുകൾക്കായി സ്തോത്രം. സ്നേഹത്തിന്റെ ദൂതനായി സ്തോത്രം. സ്വർഗീയ വാത്സല്യത്തിനായി സ്തോത്രം. തിരുരക്തത്തിന്റെ അത്ഭുത കൃപകൾക്കായി സ്തോത്രം. എൻ്റെ കർത്താവേ, വചനം കേട്ട് എല്ലാവരെയും തലോടണമേ. വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ. എല്ലാവരുടെ മേലോട് തൃക്കരം വെക്കണമേ. ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പാപശാപങ്ങൾ മാറ്റണമേ. ദുരാത്മ ഭയങ്ങൾ അകറ്റണമേ. ഭൂതബാധകൾ മാറ്റണമേ. കുടുംബത്തിലെ എല്ലാ തിന്മകളും മാറ്റി കുടുംബത്തിലേക്ക് ശാന്തി അയക്കണമേ. സമൃദ്ധി അയക്കണമേ. ഐശ്വര്യം അയക്കണമേ. കടങ്ങൾ മാറ്റണമേ കർത്താവേ. രോഗങ്ങൾ നീക്കണമേ കർത്താവേ. രോഗസൗഖ്യം അയക്കണമേ കർത്താവേ. എൻ്റെ നാഥ, അവിടുത്തെ തിരുരക്തത്താൽ പാപമോചനം ലഭിച്ചവരായി എല്ലാവരും നിന്നെ സ്തുതിപ്പാൻ യോഗ്യരായി തീരണമേ. മഹത്വം രാജാതിരാജനും